കുറച്ച് നാളുകൾക്ക് മുമ്പ് നാട്ടിൽ പോയി. കണ്ണൂരാണ് നാട്. പൊരിഞ്ഞ മഴയത്ത് കോഴിക്കോടേക്ക് പോയിട്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണം അടിക്കാൻ വേണ്ടി പോവുക. മഴ ഒപ്പം ബാല്യകാല ചങ്ങാതി ബിജു പിപി. അങ്ങനെ തീവണ്ടി ഓഫീസിലെത്തി ടിക്കറ്റ് എടുത്തു. നേരെ കോഴിക്കോട്ടേക്ക് ഷഡേന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോടെത്തി. ആദ്യം വഴിതെറ്റി നമ്മൾ അന്വേഷിക്കുന്ന സ്ഥലത്തെത്താൻ ചെറിയൊരു കറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. കൽബിൽ തേൻ ഒഴുകുന്ന നാട് തന്നെയാണ് കോഴിക്കോട്. കോഴിക്കോട് കിടുവാണ്. മാത്രമല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സിറ്റിയാണ്. അത് സമ്മതിക്കാതെ വയ്യ. ആ സീബ്ര വരയ്ക്ക് അപ്പുറം കാണുന്നതാണ് പലരും എന്നെ പറഞ്ഞു കൊതിപ്പിച്ച സ്റ്റേഡിയം ജംഗ്ഷനടുത്തുള്ള കോഴിക്കോട്ടെ ന്യൂ റഹ്മത്ത് ഹോട്ടൽ. അങ്ങനെ ട്രാഫിക്കിൻ്റെ പുഴയൊക്കെ നീന്തി കടന്നുകൊണ്ട് ഇങ്ങനെ കോഴിക്കോടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് നേരെ അങ്ങോട്ട് വിട്ടപ്പോൾ ഈ ബോർഡ് കണ്ടു. ആദ്യ യാത്രയാണ്. അങ്ങനെ ആദ്യ യാത്രയിൽ തന്നെ സഞ്ചാര സാഹിത്യകാരനായ SK പൊറ്റക്കാടിൻ്റെ പേരിലുള്ള ബോർഡ് കണ്ടപ്പോൾ സന്തോഷമുണ്ടായി. ഇനി നേരെ റഹ്മത്ത് ഹോട്ടലിലേക്ക്. റഹ്മത്ത് ഹോട്ടലിൽ എത്തിയപ്പോൾ തന്നെ ആദ്യം കണ്ടത് വിവര പട്ടികയാണ്. അത് കണ്ട് ഞെട്ടിയില്ല. പക്ഷെ തൊട്ടടുത്ത ക്ലോക്ക് കണ്ട് ഞെട്ടി. ബിഗ് ബോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സമയം വൈകിട്ട് 5:25. ഈ സമയത്ത് ഇനി ബിരിയാണി കിട്ടുമോ അതോ യാത്ര വെറുതെ ആകുമോ എന്ന് ബിജു പിപിക്ക് ഒരു സംശയം. പക്ഷേ ആ സംശയം മാറ്റിക്കൊണ്ട് നോക്ക് മക്കളെ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ബിരിയാണിക്കടയിൽ ബിരിയാണി കഴിക്കാനുള്ള ആൾക്കാരുടെ തിരക്ക്. അതാണ് കോഴിക്കോട്ടെ ന്യൂ റഹ്മത്ത്. അതോടെ ബിജുവിൻ്റെ സംശയം അങ്ങ് തീർന്നു. ആദ്യം പ്ലേറ്റ് വന്നു, പിന്നെ ആവി പറക്കുന്ന ബിരിയാണി വന്നു. ആവി കാണുന്നുണ്ടല്ലോ അല്ലേ? കൂട്ടിന് നല്ല നാടൻ അച്ചാറും ചള്ളാസും, പിന്നെ നല്ല സോഫ്റ്റ് ബീഫും കൂട്ടി ഒറ്റ തട്ട്. വിശ്വാസമായില്ലേ? നല്ല സോഫ്റ്റാണ്. കഴിച്ചു നോക്ക്. ഇപ്പം ശരിയാക്കി തരാമെന്ന് നമ്മുടെ പപ്പുച്ചേട്ടൻ കോഴിക്കോട്ട് നിന്ന് പണ്ട് പറഞ്ഞതുപോലെ ഞങ്ങൾ രണ്ടാളും അതങ്ങ് അനുസരിച്ചു. ബിരിയാണിയുടെ കാര്യത്തിൽ അങ്ങനെ തീരുമാനമാക്കി. കുറച്ച് ചള്ളാസ് ബാക്കിയിട്ടപ്പോൾ ഞാൻ അതും കൂട്ടി ഒരു പിടിപിടിച്ചു. അത് കണ്ട് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ബിജു ബാക്കിയുള്ള പ്ലേറ്റ് കൂടി നല്ല ക്ലീനാക്കി. ഇനി കഴുകേണ്ട ആവശ്യമില്ല. ബില്ല് വന്നു. 2 ബീഫ് ബിരിയാണി 340 രൂപ, ലെമൺ ടീ 15, കഴിക്കാത്ത ടാക്സും കൂട്ടി 372 രൂപ 750 പൈസ. ബില്ല് കൊടുത്ത് വീണ്ടും കോഴിക്കോട് നഗരവീതിയിലേക്ക് ഇറങ്ങുമ്പോൾ ട്രാഫിക്കിൻ്റെ ആറാട്ടായിരുന്നു. നല്ല ഭക്ഷണത്തിന് റഹ്മത്തിനെ നോക്കി നമുക്ക് വീണ്ടും കാണാട്ടോ റഹ്മത്തേന്ന് മനസ്സ് പറഞ്ഞുകൊണ്ട് നേരെ ഒരു ഓട്ടോ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക്. നല്ല സ്വഭാവമുള്ള ഓട്ടോക്കാരാണ് കോഴിക്കോട് എന്ന് പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടില്ലേ? അതിനൊട്ടും പേരുദോഷം കേൾപ്പിച്ചിട്ടില്ല. ആദ്യം കൊണ്ടുവന്ന് വിട്ട ഓട്ടോ ചേട്ടനും ഇപ്പോൾ കയറിയ KL 11B 04171 എന്ന ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഏലത്തൂരുകാരനായ നമ്മുടെ സ്വന്തം നാസർ കീം. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക്കായിരുന്നു. ആ ട്രാഫിക്കിലൂടെ നാസർക്ക് ഒരുവിധം തുഴഞ്ഞ് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു. അവിടെ എത്തിയപ്പോൾ നമ്മുടെ റെയിൽവേയിലെ ചേച്ചി ഇങ്ങനെ പറഞ്ഞു. 1-2-6-0-2 മംഗളൂരു സെൻട്രൽ MTR ചെന്നൈ സെൻട്രൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ചേച്ചി പറഞ്ഞ പോലെ തന്നെ കൃത്യസമയത്ത് തന്നെ ട്രെയിൻ എത്തി. ട്രെയിൻ കയറി സീറ്റും കിട്ടി. കണ്ണൂർ എത്തുകയും ചെയ്തു. കണ്ണൂർ എത്തിയപ്പോൾ നല്ല ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി. കൊടയെടുത്തില്ല. വേഗം വീട്ടിൽ പോകണം, ഇല്ല വീട്ടിൽ കയറ്റൂല എന്ന് അമ്മ പറഞ്ഞേ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ കാണാം.